ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിലുള്ള ഏകദേശം 9ഓളം വരുന്ന ടബുകളാണ് ഇക്കാണുന്നത്. ഇതിനകത്തെല്ലാമായി വിവിധ തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളെയും നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ 7ഓളം വരുന്ന ടബുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന മത്സ്യങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇതിനു മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഏതെല്ലാമാണെന്നും പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മത്സ്യത്തെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ബേസണിനകത്തായി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ചില്ലി മൊസൈക്കിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മളുടെ രണ്ടാമത്തെ ബേസണിനകത്തായി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ശ്രീലങ്കൻ വൈറ്റ് ഗപ്പികളെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മളുടെ മൂന്നാമത്തെ ബേസണിനകത്തായി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ഫുൾ ബ്ലാക്ക് ഗപ്പികളെ കുറിച്ചും, നാലാമത്തെ ടബിനകത്തായി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ചില്ലി റെഡ് എന്ന ഗപ്പികളെ കുറിച്ചും, അതേപോലെ തന്നെ നമ്മളുടെ അഞ്ചാമത്തെ ടബിനകത്തായി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ഫുൾ റെഡ് എന്ന് പറയുന്ന ഗപ്പികളെ കുറിച്ചും, അതേപോലെ തന്നെ നമ്മളുടെ ആറാമത്തെ ടബിനകത്തായി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന റെഡ് ടെയിൽ പ്ലാറ്റിനം ഗപ്പികളെ കുറിച്ചും, അതേപോലെ തന്നെ നമ്മളുടെ ഏഴാമത്തെ ടബിനകത്തായി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ഏഞ്ചൽ ഫിഷുകളെ കുറിച്ചുമായിരുന്നു ഇതിന് മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മളുടെ എട്ടാമത്തെ ടബിനകത്തായി നിക്ഷേപിച്ചിട്ടുള്ള പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായി പോകുന്നത്. അപ്പോൾ അക്വേറിയം ഷോപ്പിൽ നിന്നും ഏകദേശം 3 പെയർ പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകളെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാണാൻ അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫിഷുകൾ തന്നെയാണ് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ വൈറ്റ് കളറിലുള്ള ഫിഷുകളും മാർക്കറ്റുകളിൽ ഇന്ന് ലഭ്യമാണ്. അതേപോലെ തന്നെ ഇക്കാണുന്നത് പോളാറിന്റെ ബ്ലൂ പാരറ്റ് ഫിഷുകളാണ്. ചെറിയ രീതിയിലുള്ള ഒരു ബ്ലൂ ഷെയ്ഡിങ് മാത്രമേ നമുക്ക് ഇവരുടെ ശരീരത്തായി കാണാനായി സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇതിനു മുൻപ് പോളാറിന്റെ വൈറ്റ് പാരറ്റ് ഫിഷുകൾ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് സെയിലായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കാണുന്ന പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകളുടെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പെയറിന് ഏകദേശം 90 രൂപ നിരക്കിലാണ് നമ്മൾ ഇവരെ അക്വേറിയം ഷോപ്പിൽ നിന്നും വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈസിൽ വളരെ ചെറുതായത് കൊണ്ട് തന്നെ ഇതിന്റെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഗപ്പികളെ പോലെ പ്രസവിക്കുന്ന ഇനത്തിൽപ്പെട്ട ഒരു ഫിഷല്ല പോളാർ പാരറ്റ് ഫിഷുകൾ എന്ന് പറയുന്നത്. ഏഞ്ചൽ ഫിഷുകളെ പോലെ തന്നെ മുട്ടയിട്ടാണ് അവരവരുടെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നത്. മുട്ടയിടുന്നത് മുതൽ മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ നല്ല രീതിയിലുള്ള പരിചരണം നൽകുന്ന ഫിഷുകൾ കൂടിയാണ് പോളാർ പാരറ്റ് ഫിഷുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മുട്ടയിടാൻ സാധ്യതയുള്ള 2 വസ്തുക്കളെ കുറിച്ചാണ് ഇനി പറയാനായി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തത് എന്ന് പറയുന്നത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പൈപ്പിന്റെ പീസ് നമ്മൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പൈപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചട്ടി ആയാലും മതിയാകും. അപ്പോൾ ഈ ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ മിനുസം കൂടിയ പ്രതലമുള്ള ചട്ടിയാണ്. ഇത്രയും മിനുസം കൂടിയ പ്രതലമുള്ള ചട്ടി വേണമെന്നില്ല. കുറച്ച് പരുപരുത്ത പ്രതലമുള്ള ചട്ടി എടുത്താലും മതി. അതിനകത്ത് പോളാർ പാരറ്റ് ഫിഷുകൾ മുട്ടയിടുന്നതാകും. അതേപോലെ തന്നെ നമ്മളുടെ പോളാർ പാരറ്റ് ഫിഷുകൾ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഫിഷുകളാണ്. കോൺവിക്റ്റ് സിക്കിൾഡ് ഫിഷും അതേപോലെ തന്നെ ബ്ലഡ് പാരറ്റ് ഫിഷും ക്രോസ് ബ്രീഡ് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള ഫിഷാണ് പോളാർ പാരറ്റ് ഫിഷുകൾ എന്ന് പറയുന്നത്. ഏകദേശം 6 മുതൽ 8 വർഷം വരെയാണ് ഇവരുടെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് കൊടുക്കാവുന്ന ഫുഡുകളെ പറ്റിയാണ് ഇനി പറയാനായി പോകുന്നത്. ഉയർന്ന ഗുണമേന്മയുള്ള സിക്കിൾഡ് പല്ലറ്റ്സ്, അതേപോലെ തന്നെ ഫ്ലേക്സ് എന്ന് പറയുന്നത് ഇവരുടെ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ബ്ലഡ് വോംസ്, ബ്രൈൻ സ്ട്രിംപ്, ഡഫിന എന്നിവയൊക്കെ പോളാർ പാരറ്റ് ഫിഷുകൾക്ക് കൊടുക്കാവുന്ന ഫുഡുകളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവരുടെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം ഇവരുടെ ഫീമെയിൽ ഫിഷിനെ തിരിച്ചറിയുന്ന ഒരു വിധമാണ് പറയാനായി പോകുന്നത്. ഫീമെയിൽ ഫിഷിന്റെ വയറിന്റെ അടിഭാഗത്ത് ഓറഞ്ച് കളറിലെ ഒരു ഷെയ്ഡ് കാണാനായി സാധിക്കും. എന്നാൽ ഫീമെയിൽ ഫിഷിനെ അപേക്ഷിച്ച് മെയിൽ ഫിഷിന് അങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവരുടെ സൈസ് എന്ന് പറയുന്നത് തീരെ ചെറുതായത് കൊണ്ട് തന്നെ ഇവരുടെ മെയിലിനെയോ ഫീമെയിലിനെയോ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിന് കാരണമെന്ന് വെച്ചാൽ ഇവർ പൂർണ്ണ വളർച്ചയിൽ എത്തിയെങ്കിൽ മാത്രമേ ഇവരുടെ മെയിലിനെ ഫീമെയിലിനെ നമുക്ക് തിരിച്ചറിയാനായി സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് അസുഖങ്ങൾ ബാധിച്ച് ചത്തുപോകുന്ന ഒരു ഇനമല്ല പോളാർ പാരറ്റ് ഫിഷുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണ് പോളാർ പാരറ്റ് ഫിഷുകൾ. അതേപോലെ തന്നെ ഇവരുടെ 2 തരത്തിലുള്ള സ്വഭാവ രീതികളെ കുറിച്ചാണ് ഇനി പറയാനായി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്വഭാവ രീതി എന്ന് പറയുന്നത് ഇവരെ കൂട്ടമായി ടാങ്കിലിടുമ്പോൾ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായി സാധിക്കും. അതേപോലെ തന്നെ ഇവരുടെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റഡ് ടാങ്കുകളിലൊക്കെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്കിനുള്ളിൽ ചെറിയ രീതിയിലുള്ള കല്ലുകളോ ചരലുകളോ മറ്റോ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കല്ലുകൾ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതായി കാണാനായി സാധിക്കും. അതേപോലെ തന്നെ ടാങ്കിലൊക്കെ ഇവരെ വളർത്തുന്നവർ ഹൈഡിംഗ് സ്പേസ് ഒരുക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒളിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫിഷുകളാണ് പോളാർ പാരറ്റ് ഫിഷുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ന് മാർക്കറ്റുകളിൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകളെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫിഷിനെ നമ്മളുടെ 8ാമത്തെ ടബിനകത്തായി നമ്മൾ തിരിച്ച് റിലീസ് ചെയ്യാനായി പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഫിഷിനെ നമ്മൾ തിരിച്ച് ടബിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയൊരു ഫിഷിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത്
ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.